ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് 320 സെൻറ്റിമീറ്റർ ആണെങ്കിൽ പരപ്പളവ് എത്രയാണെന്നാണ് ചോദ്യം. സമചതുരത്തിൻ്റെ ചുറ്റളവ് കാണാനുള്ള സൂത്രവാക്യം 4 × വശമാണ്. അതാണ് 320. അപ്പോൾ ഒരു വശം കാണാൻ 420നെ 4 കൊണ്ട് ഹരിക്കുക. അപ്പോൾ ഒരു വശം കിട്ടും 80 സെൻറ്റിമീറ്റർ. സമചതുരത്തിൻ്റെ പരപ്പളവ് കാണാൻ വശം × വശമാണ് ചെയ്തത്. അപ്പോൾ അത് 80 × 80 6400 കിട്ടും. അടുത്ത ചോദ്യം 81 എന്ന് പറയുന്നത് 3/4 ആണ്. 243 3/5 ആയാൽ 81 × 243 എത്ര? അതായത് 3/4 × 3/5 കൃത്യങ്ങൾ ഗുണിക്കുക എന്ന് പറഞ്ഞാൽ കൂട്ടലാണ്. 3 × 4 + 5 3/9 വരും. ഇനി ഒരു രേഖീയ ജോഡിയിലെ ഒരു കോണിൻ്റെ അളവ് മറ്റേ കോണിൻ്റെ 4 മടങ്ങായാൽ അവയിലെ വലിയ കോൺ എത്രയാണെന്ന് ചോദിച്ചു. രേഖീയ ജോഡിയിലെ കോണുകളുടെ തുക 150 ആണെന്ന് അറിയാം. അപ്പോൾ ഇതിൽ നിന്ന് ഇപ്പം വലിയ കോണ് 144 ചെറിയ കോണ് 36 ഡിഗ്രിയാണ്. അപ്പോൾ വലിയ കോണ് 144 ഡിഗ്രി. ഇത് 444/215 + 333/120 ഒറ്റയുടെ സ്ഥാനത്തെ ആക്കാം. ഇത് അധിക ക്വസ്റ്റ്യനിൽ കാണുന്നതാണ്. ഇത് കണ്ടുപിടിക്കാൻ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് തന്ന സംഖ്യയിൽ 2 സംഖ്യേൻ്റെ സെപ്പറേറ്റ് എടുത്തിട്ട് ഒറ്റയുടെ സ്ഥാനം എന്നാണ് നോക്കുക. അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത്, അതായത് ഇവിടെ 4ഉം ഇവിടെ 3ഉം ഉള്ളത്, ഒറ്റയുടെ സ്ഥാനത്ത് 0, 1, 5, 6 വരുന്നതാണെങ്കിൽ ഒറ്റയുടെ സ്ഥാനം അത് തന്നെയായിരിക്കും. അത് ഏത് കൃതിയായാലും ഒന്നും കൂടെ പറയാം. ഒറ്റയുടെ സ്ഥാനത്ത് 0, 1, 5, 6 ആയാൽ അതിൻ്റെ ഏത് കൃതി വന്നാലും ഒറ്റയുടെ സ്ഥാനത്താക്കാം 0, 1, 5, 6 തന്നെയായിരിക്കും. ഇനിയിപ്പം ഇവിടെ 4 ഒറ്റേൻ്റെ സ്ഥാനത്ത്. ഇതെങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ 444/215 215 എന്ന കൃതിനെ 4 കൊണ്ട് ഹരിക്കുക. 4 കൊണ്ട് ഹരിച്ചിട്ട് ശിഷ്ടം എത്രയാണെന്ന് നോക്കുക. ശിഷ്ടം 1 വരുന്നതെങ്കിൽ ഈ തന്ന ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ റേസ്റ്റ് 1, അതായത് 4/1 ഒറ്റയുടെ സ്ഥാനത്ത് ആക്കാം. ശിഷ്ടം 2 ആണെങ്കിൽ 4/2 ഒറ്റയുടെ സ്ഥാനത്ത് ആക്കാം. ശിഷ്ടം 3 ആണെങ്കിൽ 4/3 ഒറ്റയുടെ സ്ഥാനത്ത് ആക്കാം. അങ്ങനെയാണ് വരിക. അപ്പോൾ 215നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരും. അപ്പോൾ ഇവിടെ ഒറ്റയുടെ സ്ഥാനം 4 ആയതുകൊണ്ട് 4/3 ചെയ്താൽ 64. അതിൻ്റെ ഒറ്റയുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ ഈ 444/215 ഒറ്റയുടെ സ്ഥാനത്തേക്കാം 4 ആയിരിക്കും. ഇതേപോലെ തന്നെ 333/120 ഇതിലെ 120നെ 4 കൊണ്ട് ഹരിക്കാം. അപ്പോൾ ശിഷ്ടം 0 ആണ്. ശിഷ്ടം 0 ആണെങ്കിൽ ഈ തന്ന സംഖ്യയുടെ 4ാമത്തെ കൃതി, അതായത് 3/4 വരിക. അപ്പോൾ അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്താക്കാം 3/4 എന്ന് പറഞ്ഞാൽ 81 ഒറ്റയുടെ സ്ഥാനം 1 ആണ്. എന്ത് ചെയ്യുക? 444/215 കൂട്ടണം. 333/120 പറയുമ്പം ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനം 4 ആണ്. ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനം 1 ആണ്. അപ്പോൾ 4 1 ഈ നടുക്കെന്താണോ ചിഹ്നം അത് തന്നെ ചേർക്കുക. 4 1 കൂട്ടുക 5 ആയിരിക്കും ഒറ്റയുടെ സ്ഥാനത്ത് വെക്കാം. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്ത് തരും. അടുത്തത് 5x എന്ന് പറഞ്ഞാൽ 15625 ആണ്. 5x - 1 എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ എന്ത് ചെയ്യുക? 5x - 1 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? 5x ഹരിക്കണം 5/5. അപ്പോൾ 15625 5 കൊണ്ട് ഹരിച്ചാൽ 3125. ഇവിടെ 0.1 സ്ക്വയർ × 0.2 സ്ക്വയർ × 0.3 സ്ക്വയർ എത്ര? സിമ്പിളായിട്ട് ചെയ്യുക. 0.000336. ഇതെന്താ ചോദ്യം? 2/6 × 2/4 പകുതി എത്രയാണെന്നാണ് ചോദ്യം. പകുതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 കൊണ്ട് ഹരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക? 2/6 × 2/4 2/6 കൂട്ടണം 4/2. 2/10/2 എന്ന് പറയുമ്പോൾ 10 1 കുറക്കുക 2/9. ഇവിടെ 1/0 × 2/100 × 3/0 × 1/2 എത്ര? 1/0 എന്ന് പറഞ്ഞാൽ 1 ആണ്. 3/0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അതായത് ഏത് സംഖ്യയുടെ റേസ്റ്റ് 0 വന്നാൽ അതേ 1 തന്നെയായിരിക്കും ആൻസർ. ഏത് സംഖ്യയുടെ റേസ്റ്റ് 0 ആണെങ്കിൽ അതേ സംഖ്യ തന്നെയായിരിക്കും ആൻസർ. അപ്പോൾ ഇത് വരിക 2/99. 2/10 × 1/2/6 എത്ര? അത് മൈനസാണ്. 2ന് 2/10 - 6 2/4.